ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നും ഞാൻ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. പോകുന്ന വഴിയിൽ പന്തളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ട് ഒരു കാർണിവൽ നടക്കുന്നുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചു വന്നാണ്. അല്ലൂസത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിരുന്നു, അതിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്ന തിരക്കിൽ അതിന് സാധിച്ചില്ല. അപ്പോൾ പ്രോമിസ് ചെയ്തിരുന്നു തിരിച്ചു വരുമ്പോൾ എന്തായാലും കയറി കാണിക്കാമെന്ന്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ അനിയൻ പന്തളത്ത് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് കാർണിവൽ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചെന്നത് നട്ടുച്ചയ്ക്കായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇത് ക്ലോസിങ് ആയിരുന്നു. 3:30 ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തൊരു ഷോപ്പിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ 3:30 ആകാറായപ്പോഴത്തേക്ക് അത് ഓപ്പൺ ആക്കി. അത് ഞങ്ങൾ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിനുള്ളിലേക്ക് കയറിയ കാഴ്ചകളാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ആദ്യം എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിൽ കുറേ ഫോട്ടോഷൂട്ടിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടേക്ക് നിർത്തി അല്ലൂസിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം അടുത്തതെന്ന് പറഞ്ഞാൽ പെറ്റ് ഷോ ആയിരുന്നു. ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. മൃഗം എന്ന് പറഞ്ഞാൽ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ വലിയ മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷികൾ എന്ന് പറയുമ്പോൾ പ്രാവ്, പിന്നെ ലവ് ബേഡ്സ്, പിന്നെ പാരറ്റ്, അങ്ങനെ കുറേ ബേഡ്സിൻ്റെ കുറേ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ആ ബേഡ്സിൻ്റെ നെയിം അതിനെ ഇട്ട് വെച്ചിരിക്കുന്ന ആ കൂടിൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേഡ്സിനെയൊക്കെ കണ്ടു. പിന്നെ ഏറ്റവും കൗതുകരമായിട്ട് തോന്നി, ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, വെള്ള എലി. അതിന് ആ ടൈമിൽ തീറ്റ കൊടുക്കുകയായിരുന്നു. ഒട്ടുമിക്ക എല്ലാ ബേഡ്സിനാണെങ്കിലും എനിക്ക് തോന്നുന്നു അപ്പോൾ ഓപ്പണായ സമയമായതുകൊണ്ടിട്ടായിരിക്കാം എല്ലാത്തിനും ഫീഡിങ് ടൈം ആയിരുന്നു. അപ്പം ആ വെള്ള എലീനെ ഇങ്ങനെ ജസ്റ്റ് അവർ ഓപ്പൺ ആക്കിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നപ്പോൾ ഒരു പെൺകുട്ടി കഴുത്ത് വഴിയിട്ട് ഒരു അണലീനെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പേടിയായതുകൊണ്ട് ആ ഭാഗത്തോട്ട് പോയില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നീട് ഒരുപാട് എന്താ പറയുക, നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിച്ചു. ഡേഞ്ചറായിട്ടുള്ളൊരു ഐറ്റം വരെ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോരേണ്ടത് കൊണ്ടിട്ട് എല്ലാത്തിനെയും വിശദമായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല. എന്നാലും എടുത്ത വീഡിയോസ് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അത് കഴിഞ്ഞ് ഈ പെറ്റ് ഷോയുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് സ്റ്റാളാണുള്ളത്. എന്താ പറയുക, കുട്ടികളെ ആകർഷിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പണ്ടത്തെ കാലത്ത് മുതലുള്ള മുട്ടായിസ്, പിന്നെ പെർഫ്യൂം സെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിൻ്റെ സെക്ഷൻ, ടോയ്സിൻ്റെ സെക്ഷൻ, അങ്ങനെ ഒരുപാട് സ്റ്റാളുണ്ടായിരുന്നു അവിടെയെല്ലാം. അത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. ആ സെക്ഷനിലെത്തിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അല്ലൂസിനെ എല്ലാം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിറങ്ങേണ്ടി വന്നു. കാരണം ടോയ്സൊക്കെ എടുത്തിട്ട് ഒരു സ്പൈഡർമാനെയൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് മേടിച്ചു കൊടുക്കാതെ വരില്ല എന്നും പറഞ്ഞിട്ട് ഒരേ നിപ്പ് നിൽക്കുകയാണ്. അപ്പം ജസ്റ്റ് അവിടെയെങ്കിൽ ജസ്റ്റ് ഓടിയെല്ലാം ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ആൾ വളരെ കുറവായിരുന്നു. കാരണം 3:30 സ്റ്റാർട്ട് ചെയ്താലും ഈവനിങ് ടൈമിൽ, അതായത് ലൈറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം ഒരു നൈറ്റ് ആ ഒരു എഫക്റ്റ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് വരാറുള്ളത്. എന്തെന്ന് പറയുന്നത്, കുട്ടികൾക്ക് കയറാനുള്ള കുറേ റൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴും ആള് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അത് 5:30 ഓപ്പൺ ചെയ്യുള്ളായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറേ റൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്തായാലും അത്യാവശ്യം ഓണത്തിനൊന്ന് ഔട്ടിങ്ങിന് പോകാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു ട്രാവലിംഗ് കഴിഞ്ഞ് വരുന്ന വഴി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി അല്ലൂസിൻ്റെ ആഗ്രഹപ്രകാരം ഒന്ന് കണ്ടിറങ്ങിയെന്ന് മാത്രം. എന്തായാലും ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഔട്ട്ഡോർ വ്ളോഗാണിത്. ഇതുവരെ ഞാൻ അങ്ങനെ ഔട്ട്ഡോർ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.